അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻപുട്ട് ബഫറിംഗ് ആണ്. സോ ഇൻപുട്ട് ബഫറിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടോക്കൺസിന് ഉണ്ടാകുന്ന എറേഴ്സ് അല്ലെങ്കിൽ ലെക്സീംസിന് ഉണ്ടാകുന്ന എറേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോ ക്യാരക്ടറും നമ്മൾ ലുക്കപ്പ് ചെയ്ത്, ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇൻറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഇൻറ്റ് എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ എനിക്ക് കിട്ടി, എൻ്റെ സെക്കൻഡ് ക്യാരക്ടർ എനിക്ക് നോക്കണം, എൻ്റെ തേർഡ് ക്യാരക്ടർ എനിക്ക് നോക്കണം. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെക്സീം കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് എനിക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെയാണ് നമ്മളൊരു 2 ബഫർ സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ബഫേഴ്സിനൊരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കാണും. അപ്പോൾ അതായത് 2 ഇൻഡിവിജ്വൽ ബഫേഴ്സിനെ നമ്മൾ ഒരുമിച്ച് നിർത്തുവാണ് ആസ് 1 പാർട്ട്. സോ വിച്ച് ഈസ് ഹാവിങ് എ ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ്. യൂഷ്വലി ഇതിന് നമ്മൾ 3 അപ്രോച്ചസ് നമ്മൾ ഫോളോ ചെയ്യും. എന്തിനാണ്? നമ്മൾ ലെക്സിക്കൽ അനലൈസറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ 3 അപ്രോച്ചസ് ഫോളോ ചെയ്യും. ഒന്ന്, ലെക്സിക്കൽ അനലൈസർ ജനറേറ്റർ. ഒരു റെഗുലർ എക്സ്പ്രഷനിൽ നിന്നും ഇവർ ലെക്സിക്കൽ അനലൈസർ നമ്മളുടെ ലെക്സിക്കൽ അനാലിസിസ് പ്രൊഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺവെൻഷണൽ സിസ്റ്റമായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് ഈ ഇൻപുട്ടിനെ റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ലെക്സിക്കൽ അനലൈസർ നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപുട്ടിനെ റീഡ് ചെയ്യാനായിട്ടാണ്. സോ ഇഗെയിൻ റൈറ്റിംഗ് ആണ്. ഈ 2 റൈറ്റിംഗ് ഓപ്ഷൻ, ഒന്ന് അനാലിസിസ് ജനറേറ്റർ യൂസ് ചെയ്തിട്ടുമാണ് നമുക്ക് നമ്മളുടെ ഇൻപുട്സിനെ റീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു 3 ചോയ്സിൽ നിന്നും നമ്മളുടെ ആവശ്യാനുസൃതം നമുക്ക് ഇവരിൽ നിന്നും ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബഫർ പെയർസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഇൻപുട്ട് ബഫറിനെ അല്ലെങ്കിൽ 2 ഇൻപുട്ട് ബഫേഴ്സ് നമ്മൾ പാതിയായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന്. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഈ ഒരു പാതി എനിക്ക് ആദ്യമേ സ്കാൻ ചെയ്തിട്ട് ക്യാരക്ടേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നെക്സ്റ്റ് ഹാഫിൽ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ അഗെയിൻ ഫ്രം 1 ഇറ്റ് സെൽഫ് ഒറ്റ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളിവരെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, പെയർസ് ആയിട്ട് നമ്മളിവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ ഓരോ ബഫേഴ്സിനും, ഇപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഹാഫാണ്, ഇതെൻ്റെ സെക്കൻഡ് ഹാഫാണ്. അപ്പം ഓരോ ബഫേഴ്സിനും n ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള സൈസ് ഉണ്ട്, വിച്ച് ഈസ് ഓഫ് 1 ഡിസ്ക് ബ്ലോക്ക്. അപ്പം ഈ ക്യാരക്ടേഴ്സിനെയാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻപുട്ട് ബഫർ എന്തിനാണ്? ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യാനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോ ഇൻപുട്ട് ബഫറിനെയും പാതി വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് 2 ഹാഫ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. n ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പോയിൻറ്റേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലെക്സീം ബിഗിനിങ്ങും, 2 ഫോർവേഡ്. ലെക്സീം ബിഗിനിങ് എന്ന് പറയുന്നത് ബേസിക്കലി ബിഗിനിങ് നമ്മളുടെ കറണ്ട് ലെക്സിമിൻ്റെ ബിഗിനിങ്ങിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ടാണ്. ഫോർവേഡ് എന്ന് പറയുമ്പോഴത്തേനും നെക്സ്റ്റ് പറയുന്നത് മുന്നോട്ട് പോകണം. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഇൻറ്റ് എ ഫ്ലോട്ട് ബി. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻറ്റ് എ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ എൻ്റെ ലെക്സീം ബിഗിനിങ് നിൽക്കുവാണ്. ഓക്കെ, എൻ്റെ ലെക്സീം ബിഗിനിങ് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്ലോട്ട് ഇവിടെ പോയി. ഇപ്പോൾ FL എന്ന് പറയുന്നത് ഒരു വാലിഡ് ലെക്സീം അല്ല. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് എല്ലിന്ന് മാറി അടുത്തത് പോയി, ഓയിലോട്ട് പോയി, വാലിഡ് അല്ല. എയിലോട്ട് പോയി, വാലിഡ് അല്ല. ടിയിലോട്ട് പോയി, വാലിഡ് ആണ്. ഫ്ലോട്ട് എന്ന് പറയുന്ന വാലിഡ്. അപ്പോൾ ഇവിടെ വരെ എൻ്റെ ഫോർവേഡ് മൂവ് ചെയ്യും. അപ്പോൾ ഇത്രയും എൻ്റെ വാലിഡ് ലെക്സീമാണ്. സോ അങ്ങനെയാണ് എൻ്റെ 2 പോയിൻറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ലെക്സീമിൻ്റെ ഫങ്ഷനിങ് നമുക്ക് യൂഷ്വലി ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു അൽഗോരിതം ബേസിസിൽ നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ, ഇഫ് ഫോർവേഡ് എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് ദെൻ ബിഗിൻ റീലോഡ് ദ സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചാൽ എൻ്റെ ഫോർവേഡ് ഇങ്ങനെ, എൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് സെക്കൻഡ് ഹാഫ് ഉണ്ട്, എൻ്റെ ഫോർവേഡ് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ എൻഡായി. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡായെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് എനിക്ക് ജമ്പ് ചെയ്യണം. എൻ്റെ ഫോർവേഡ് പോയിൻ്റ് അത് ജമ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടാണ് ഇത്. എൻ്റെ ഫോർവേഡിനെ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൽസ് ഇഫ് ഫോർവേഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ സെക്കൻഡ് ഹാഫ് ദെൻ ബിഗിൻ റീലോഡ് സെക്കൻഡ് ഹാഫ് ആൻഡ് മൂവ് ദ ഫോർവേഡ് ടു ദ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ്. അതായത് സെക്കൻഡ് ഹാഫിനെ റീലോഡ് ചെയ്യുക, എന്നിട്ട് എൻ്റെ ഫസ്റ്റിലോട്ട് വീണ്ടും തിരിച്ച് പോവുക. എൽസ് ഫോർവേഡിനെ ഇൻക്രിമെൻറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഓരോ ക്യാരക്ടറും സെയിം ആണോ അല്ലയോ, അല്ലെങ്കിൽ അത് ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുവാണ്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സെക്ഷൻ ദാറ്റ് വി ആർ ഡൂയിങ്. ഇഫ് യെസ്, if no, then we are reloading with our second half and we are incrementing forward. ഇപ്പം സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ I am going back to my forward and then I am proceeding or else ഫോർവേഡിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫോർവേഡ് പോയിൻറ്ററിനെ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്.
ഈ ഒരു സ്കീമിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് ഹെഡ് ലിമിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ബഫറിൻ്റെയും ഈ ഒരു മുന്നോട്ട് നോക്കാനുള്ള ഇപ്പം ഇതിൻ്റെ ഫോർവേഡ് പോയിൻറ്ററിൻ്റെ മുന്നോട്ട് പോകാനുള്ളതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പോൾ എനിക്ക് ഇതൊരു സംഭവമുണ്ട്, ഡിക്ലെയർ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ എൻ്റെ പ്രോഗ്രാമിൽ ഞാനൊരു സെക്ഷൻ എഴുതാമെന്ന് വിചാരിക്കും. അപ്പോൾ പല ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻറ്റിന് ഈ ഒരു ബ്രാക്കറ്റ് തുറന്നുകൊണ്ട് ഈ ഒരു എൻ ബ്രാക്കറ്റ് വരുന്നോടം വരെ ഈ ഡിക്ലെയർ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. സോ എൻ്റെ ഈ ഒരു എൻ ബ്രാക്കറ്റ് ഇപ്പോൾ എൻ്റെ ബഫറിൻ്റെ ലെങ്ത്തിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എങ്ങാനും വെച്ച് എൻ്റെ ബഫർ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എൻ്റെ ഡിക്ലെയർ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ ലെക്സിക്കൽ അനലൈസറിന് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഒരു ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഈ ഒരു ബഫറിൻ്റെ ലെങ്ത്തിൻ്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലുക്ക് ഹെഡിൻ്റെ ലിമിറ്റേഷനാണ് ഈ ഒരു സ്കീമിൻ്റെ ഡിസഡ്വാൻറ്റേജ്. നമ്മൾ നേരത്തെ ഒരു സ്കീമിൽ പഠിച്ചിരുന്നു അബൌട്ട് ചെക്കിംഗ് വെദർ മൈ ഫസ്റ്റ് ഹാഫ് ഇസ് ഫിൽഡ് ഓർ നോട്ട്. അതിന് പകരമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നൊരു സംഭവമാണ് സെൻറ്റിനൽസ്. സെൻറ്റിനൽസ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ ഈ പ്രീവിയസ് ഇതിൽ നോക്കുമ്പോഴത്തേനും എനിക്കിവിടെ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. എന്താണ്, എൻ്റെ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് റീച്ച് ചെയ്തോ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഹാഫ് റീച്ച് ചെയ്തോ എന്നുള്ളത് അതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് ഐ നീഡ് എ സെപ്പറേറ്റ് ടെസ്റ്റ് ടു ഫൈൻഡ് ദാറ്റ് ഔട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എനിക്ക് ഈ ഒരു അൽഗോരിതം റൺ ചെയ്യണം, ഇതിൻ്റെ ഒരു അൽഗോരിതം റൺ ചെയ്യണം. അപ്പോൾ ലെക്സിക്കൽ അനലൈസറിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അപ്പം ഈ ഒരു സെപ്പറേറ്റ് ടെസ്റ്റ് എൻഡ് എത്തിയോ എന്നുള്ള സെപ്പറേറ്റ് ടെസ്റ്റ് റൺ ചെയ്യുന്നതിന് പകരം വി ആർ യൂസിങ് സംതിങ് കോൾഡ് സെൻറ്റിനൽസ്. സെൻറ്റിനൽസ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ ബഫർ റീച്ച് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ക്യാരക്ടേഴ്സ് ലൈക്ക് EOF വിച്ച് മീൻസ് എൻഡ് ഓഫ് ഫയൽ എന്ന് പറയുന്ന സംഭവം. സോ സെൻറ്റിനൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ദ സോഴ്സ് പ്രോഗ്രാം, ഇറ്റ് ഈസ് ജസ്റ്റ് ടു ഡിനോട്ട് ദാറ്റ് ഐ ഹാവ് റീച്ച്ഡ് ദി എൻഡ് ഓഫ് മൈ ബഫർ. സോ ഇതെൻ്റെ ഫസ്റ്റ് ബഫറാണ് അല്ലേ, ഇതിൻ്റെ ഫസ്റ്റ് ബഫറാണ്, ഇതിൻ്റെ സെക്കൻഡ് ബഫറാണ്. സോ EOF എന്ന് പറയുമ്പോഴത്തേനും ദിസ് ഡിനോട്ട്സ് ദാറ്റ് ദിസ് ഇസ് ദി എൻഡ് ഓഫ് മൈ ഫസ്റ്റ് ബഫർ ആൻഡ് ദാറ്റ് ഇസ് ദി എൻഡ്, ദാറ്റ് ഇസ് ഇറ്റ്. സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു ഒറ്റ ടെസ്റ്റ് ചെയ്താൽ മതി, എൻ്റെ ഫോർവേഡ് പോയിൻറ്ററിനെ മാത്രം ഡിനോട്ട് ചെയ്യുന്ന ടെസ്റ്റ് എനിക്ക് ചെയ്താൽ മതി, അല്ലാണ്ട് വേറൊരു ടെസ്റ്റും എനിക്കിവിടെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇവിടെ എനിക്ക് EOF റീച്ച് ചെയ്യുമ്പോഴത്തേനും എനിക്ക് മനസ്സിലാവും ഓക്കെ ഫൈൻ എൻ്റെ ബഫറിൻ്റെ എൻഡ് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്, എനിക്ക് വേറൊരു ടെസ്റ്റ് റൺ ചെയ്യേണ്ട ആവശ്യമില്ല ബഫറിൻ്റെ എൻഡ് എത്തിയോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എനിക്ക് 2 ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് പകരം എനിക്ക് 1 ടെസ്റ്റ് കണ്ടക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഇവിടെ നമ്മളുടെ ഫോർവേഡ് മൂവിങ്ങിൻ്റെ നമ്മളുടെ കോഡിനെ ഞാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് എഴുതുവാണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സെൻറ്റിനൽസ്. സെൻറ്റിനൽസ് എളുപ്പത്തിന് എന്താണ്, ഇഫ് മൈ ഫോർവേഡ് ഇസ് ഈക്വൽ ടു EOF, എൻ്റെ പോയിൻ്റർ ഇപ്പോൾ എൻ്റെ ഫോർവേഡ് പോയിൻ്റർ എൻഡ് ഓഫ് ഫയൽ എന്ന് പറഞ്ഞ് പോയിൻ്ററിലോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ റീലോഡ് സെക്കൻഡ് ഹാഫ് ഫോർവേഡ് +1 അത് എത്രയും കറക്റ്റാണ്. ഈ ഒരു സംഭവം മാത്രമാണ് ഇവിടെ മാറ്റം വരുന്നത്. ഇവിടെ എന്താണ് ഞാനിതിന് റീപ്ലേസ് ചെയ്തേക്കുന്നത് കണ്ടോ, ഫൈൻഡിങ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ഇതിന് ഞാൻ സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് പകരം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാനിവിടെ ചെക്ക് ചെയ്യുന്നത് എൻ്റെ സെൻറ്റിനൽ ഇവിടെ EOF എത്തിയോ ഇല്ലയോ എന്നുള്ളതാണ്. സിമിലർലി ഇവിടെ ഫോർവേഡ് അറ്റ് ദി എൻഡ് ഓഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേനും വാട്ട് എം ഐ ചെക്കിങ് ഹിയർ, എൻ്റെ എൻഡ് ഓഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് EOF റീച്ച് ചെയ്തു ഇല്ലയോ എന്നുള്ളതാണ്. ആൻഡ് ദെൻ ദ റെസ്റ്റ് ഇസ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എൻഡ് ഓഫ് ഫയൽ, നമ്മൾ ലാസ്റ്റ് എൻഡ് ഓഫ് ഫയലാണ്, നമ്മുടെ ഇൻപുട്ടിൻ്റെ എൻഡ് ഓഫ് ഫയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെക്സിക്കൽ അനാലിസിസ് ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.